നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 10 വർഷത്തെ മോദി ഭരണം കൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിക്കുന്നവരോട് ഇതാ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ 12ാമത്തെ കടൽപ്പാലം എന്നിങ്ങനെ സവിശേഷതകൾ കൊണ്ട് നിറഞ്ഞ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന കടൽപ്പാലം ഇന്ന് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കും. കടലിൽ വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തി മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് രാജ്യത്തിന്റെ ചരിത്ര നേട്ടങ്ങളിലൊന്നാണ്. 17.843 കോടി രൂപ നിർമ്മാണ ചെലവിൽ മുംബൈ ശിവഗിരിയിൽ നിന്നും നവി മുംബൈയിലെ നാവാസേവയിലേക്കാണ് 22 കിലോമീറ്റർ നീളത്തിലാണ് കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. തിരക്ക് പിടിച്ച ഈ ലോകത്ത് വേണ്ടത് സമയലാഭമാണ്. ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ 2 മണിക്കൂർ യാത്ര 20 മിനിറ്റായി ചുരുങ്ങും. 2018 നിർമ്മാണം ആരംഭിച്ച ഈ കടൽപ്പാലം കടലിന് മുകളിലൂടെ 16.50 കിലോമീറ്ററും കരയിലൂടെ 5.5 കിലോമീറ്ററുമാണ് കടന്നു പോകുന്നത്. മുംബൈയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷ നേടുന്നതിനായി 1990കളിൽ ആലോചന ആരംഭിച്ചതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. വിശദമായ പഠനങ്ങൾക്കും സർവേ നടപടികൾക്കും ശേഷം 2016ലാണ് നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. കഴിഞ്ഞ മാസമാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. അടൽ സേതു എന്ന് മറ്റൊരു പേര് കൂടി കടൽപ്പാലത്തിന് നൽകിയിട്ടുണ്ട്. 6 വരി പാതയിൽ ഒരുക്കിയിരിക്കുന്ന പാലം സൂര്യയെയും നാവാശോവയെയും ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ്. കപ്പലുകൾക്ക് അടിയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുംബൈയിലെ സ്രവിയിൽ നിന്നും ആരംഭിക്കുന്ന MTHL വായ്ഗഡ് ജില്ലയിലെ ഉറാൻ താലൂക്കിലെ നവാഷെവിയിൽ എത്തിച്ചേരും. ശിവാജി നഗർ, ജാസി, ചിർല എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ചുകൾ ഉണ്ടായിരിക്കും. പാലം തുറന്ന് കൊടുക്കുന്നതോടെ മുംബൈ, നവി മുംബൈ, പൂനെ, ഗോവ, പൻവേൽ, അലിബാഗ് നഗരങ്ങളെ ബന്ധിപ്പിക്കുവാൻ സാധിക്കും. ഏറെ തിരക്കുള്ള മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് വെറും 20 മിനിറ്റിൽ എത്തിച്ചേരാനാകും എന്നതാണ് അതിന്റെ പ്രത്യേകത. നിലവിൽ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എത്താൻ 1 മണിക്കൂറിൽ അധികം സമയമായിരുന്നു വേണ്ടിയിരുന്നത്. പ്രതിദിനം 70,000 വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകും. പാലത്തിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, ട്രാക്ടറുകൾ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ, സാവധാനത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് പാലത്തിലേക്ക് പ്രവേശനമില്ലെന്ന് മുംബൈ പോലീസ് അറിയിച്ചിട്ടുണ്ട്. 4 വീലറുകളുടെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയിരിക്കും. പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററായി പരിമിതപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപകടങ്ങളും മറ്റും തടസ്സങ്ങളും ഇല്ലാതാക്കി പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വാഹനങ്ങൾ തകരാറിലായാൽ കൺട്രോൾ റൂമിനെ അറിയിക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ക്യാമറകൾ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനായി മുംബൈ പോലീസ് കടൽപ്പാലത്തിൽ വേഗ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്കുകൾ അധികൃതർ പുറത്തുവിട്ടിരുന്നു. MTHൽ ഒരു 1 വേ ട്രിപ്പിന് മഹാരാഷ്ട്ര സർക്കാർ ഒരു കാറിന് 250 ടോൾ ചാർജായി നിശ്ചയിച്ചിട്ടുണ്ട്. പതിവ് സ്ഥിരം യാത്രക്കാർക്കും പാസ് ഹോൾഡർമാർക്കും ഇളവ് നൽകുവാനുള്ള ഓപ്ഷനുമുണ്ട്. പാലത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ കടലിലാണ്. ഏതാണ്ട് 16 കിലോമീറ്ററിലധികം വരുന്നത്. കുറഞ്ഞത് 2-3 മടങ്ങ് ചെലവേറിയ മുംബൈയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ നവി മുംബൈ ഒരു പ്രായോഗിക പാർപ്പിട കേന്ദ്രമായി കാണുന്നതിനാൽ തന്നെ മെച്ചപ്പെട്ട കണക്ടിവിറ്റി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതൊരു പുതിയ തുടക്കമാകട്ടെ. വാണിജ്യ വ്യവസായ മേഖലയിൽ ആഗോള തലത്തിൽ രാജ്യം തലയെടുത്ത് നിൽക്കുവാനുള്ള നാളുകളുടെ തുടക്കം.